കോൺഗ്രസിൽ അടുത്ത വിക്കറ്റ് കൂടി വീഴുന്നു. കോൺഗ്രസിൻ്റെ മുൻ KPCC ഭാരവാഹിയും മുൻ MP-യുമായ ഒരു നേതാവ് BJP-യിൽ ചേരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ മുൻ MP ആയിരിക്കും കൊല്ലം പാർലമെൻറ്റിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അതിനായിട്ടാണ് കൊല്ലം സീറ്റ് BJP ഒഴിച്ചിട്ടിരിക്കുന്നതെന്നാണ് BJP-യുടെ തന്നെ ഒരു മുതിർന്ന നേതാവ് പങ്കുവച്ചത്. മുൻ മുഖ്യമന്ത്രി K. കരുണാകരൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി അടുപ്പവുമുള്ള ഈ നേതാവ് പത്മജയുടെ കൂടെ പോകാനിരുന്നതാണ്. ഒടുവിൽ പത്മജ പോയി സീറ്റ് പിടിച്ചിടാൻ പറഞ്ഞു. അടുത്ത ഘട്ടത്തിൽ വരാമെന്നും ഉറപ്പ് കൊടുത്തു. ഇദ്ദേഹം BJP-യിലെത്തിയാൽ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാകും. നല്ലൊരു പോരാട്ടമായിരിക്കും കൊല്ലത്ത് നടക്കാൻ പോകുന്നത്. കൊല്ലവുമായി ഏറെ ബന്ധമുള്ള ഈ മുൻ MP ഏറെ നാളുകളായി നേതൃരംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. ഇദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണം നേതൃത്വത്തിൽ നിന്നും അകന്നു നിൽക്കാൻ കാരണമായി. തിരുവനന്തപുരത്തുകാരനായ ഈ മുൻ MP സംഘാടനത്തിലും പ്രസംഗത്തിലുമൊക്കെ പ്രാഗൽഭ്യമുള്ള ആളാണ്. NSSകാരനായ ഈ മഹാൻ കൂടി എത്തുന്നതോടെ കൊല്ലം പ്രചരണ ചൂടിൽ തിളച്ചു മറിയും. പത്മജയാണ് ഇദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ പത്മജ ഇയാളെ മാത്രമല്ല കോൺഗ്രസിലെ പല നേതാക്കളുമായും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പലരും BJP-യിൽ എത്തുമെന്നാണ് പത്മജ അവകാശപ്പെടുന്നത്. ഇനി ഒരു പക്ഷേ പത്മജ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ AICC ഓഫീസിന് പകരം KPCC ഓഫീസ് അടച്ചുപൂട്ടേണ്ടി വരുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത്. ഏതായാലും ഒരു ഓഫീസ് പൂട്ടും. അത് AICC ആണോ KPCC ആണോ എന്നാണ് സംശയം.